അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുള്ള പ്രിയപ്പെട്ട കേൾവിക്കാരെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ തണുപ്പാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദമിൻ്റെ സന്തതികളുടെ നേതാവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള സംസാരം അത് അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റിയിട്ടുള്ള സംസാരമാണ്. ഈ സംസാരത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നമുക്ക് നൽകട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അള്ളാഹു വലിയ കൂലി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പേരുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന പേരിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ആകുന്നതിന് മുമ്പേ അഹ്മദ് ആയിട്ടുണ്ട്. മുൻകാല വേദങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അഹ്മദ് എന്നാണ്. അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. സൂറത്തു സഫിലെ 6-ാമത്തെ വചനമാണത്. അപ്പം നബി മുഹമ്മദ് ആകുന്നതിന് മുമ്പേ അഹ്മദ് ആയിട്ടുണ്ട്. മുഹമ്മദും അഹ്മദുമല്ലാതെ വേറെയും പേരുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. ആ പേരുകളൊക്കെ വളരെ മനോഹരമാണ്, സുന്ദരമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലീ ഖംസത്തു അസ്മാ, എനിക്ക് 5 പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദു, ഞാൻ അഹ്മദാണ്. വ അനൽ മാഹി, ഞാൻ അൽ മാഹി ആണ്. എന്നെക്കൊണ്ടാണ് അള്ളാഹു കുഫ്റിനെ, സത്യനിഷേധത്തെ മായ്ച്ചു കളയുന്നത്, തുടച്ചു നീക്കുന്നത്. വ അനൽ ഹാഷിർ, ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനാണ്. അല്ലദീ യുഹ്ശറുന്നാസു അലാ ഖദമി, എൻ്റെ പിറകിലാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. വ അനൽ ആഖിബ്, ഞാൻ ഏറ്റവും അവസാനത്തവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട അനുചരന്മാർക്ക് നബിയുടെ പേരുകൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പേരുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി പറഞ്ഞു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. വ അഹ്മദു, ഞാൻ അഹ്മദാണ്. വൽ മുഖഫി, ഞാൻ അൽ മുഖഫി ആണ്. വൽ ഹാഷിർ, അൽ ഹാഷിർ എന്ന് എനിക്ക് പേരുണ്ട്. വ നബിയു റഹ്മ വ നബിയു തൗബ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാമങ്ങളൊക്കെ എത്ര മനോഹരമാണ്. അതിൻ്റെ അർത്ഥവും ആശയവും അറിയുമ്പോഴാണ് അതിൻ്റെ വിശാലത ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുക. ഈ പേരുകൾക്ക് പുറമെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുനിയത്തുണ്ട്. കുനിയത്തെന്ന് പറഞ്ഞാൽ ഉപ്പയിലേക്കോ മകനിലേക്കോ ഒക്കെ ചേർത്തി പറയുന്ന പേരുകൾ. വാപ്പയിലേക്കും മക്കളിലേക്കൊക്കെ ചേർത്തി പറയുന്ന ഒരു രീതി അറബികൾക്കുണ്ട്. അതിനാണ് കുനിയത്തെന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം. നമ്മൾ കേട്ടിട്ടില്ലേ? ഖാസിമിൻ്റെ ഉപ്പ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത പുത്രനാണ് ഖാസിം. ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് ഖാസിം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ആ ഖാസിമിലേക്ക് ചേർത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുൽ ഖാസിം എന്ന് വിളിച്ചത്. ഇനി വീതം വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഞാൻ ഖാസിമാണെന്ന് നബി വേറെയും പറഞ്ഞിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ.
ആർക്കെങ്കിലും അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ അവഗാഹമുള്ളവനാക്കും. വല്ലാഹുൽ മുഅ്തി, അള്ളാഹു ആണ് നൽകുന്നവൻ. വ അനൽ ഖാസിം, ഞാൻ വീതം വെക്കുന്നവനാണ്, ഞാൻ ഖാസിമാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ പേരുകളുടെ അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് കൂടുതൽ പഠിക്കാം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.